ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ ലക്ഷ്യത്തിന്റെ 90% ഞാൻ പൂർത്തിയാക്കിയതാ. അതിനിടയിലാ ഈ തിരിച്ചടി. അർച്ചന, അവൾ ഒരുത്തിയെല്ലാം തകർത്തത്. അതൊക്കെ നമുക്ക് പിന്നീട് വിശദമായിട്ട് സംസാരിക്കാം. ഓക്കെ? അച്ഛനടുത്തേക്ക് അല്പം സീരിയസാ. ഡോക്ടർമാർ ഇതുവരെ ഒരു ഉറപ്പും പറഞ്ഞിട്ടില്ല. പക്ഷേ അർച്ചനടുത്തിയോ കുഞ്ഞിനെയോ രണ്ടിലൊരാളെ മാത്രം രക്ഷിക്കാൻ കഴിയുന്ന സന്ധ്യ ഡോക്ടർ പറഞ്ഞത്. നമ്മളിങ്ങനെ ആദ്യ പിടിച്ചിട്ട് കാര്യമില്ല. ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ഇനി അതല്ല മറിച്ച് എന്തെങ്കിലുമാണ് സംഭവിക്കുന്നതെങ്കിൽ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അങ്കിളിന് അസ്വസ്ഥത വല്ലതുണ്ടോ? ഹോസ്പിറ്റലിൽ പോണോ? ഒരു കുഞ്ഞിനു വേണ്ടി അവർ ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷെ അർച്ചനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ സച്ചിയുടെ ജീവിതം എന്താകും? ഇനി അതല്ല, ആ കുഞ്ഞാണ് അവർക്ക് നഷ്ടപ്പെടുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ അവരത് ഓർത്ത് ദുഃഖിക്കില്ലേ? പ്രാർത്ഥിക്കാനല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെങ്കില്? വൃന്ദാവനത്തില് വിവരം അറിയിക്കണ്ടേ? അവരോട് നമ്മൾ എന്തു പറയും? പക്ഷേ പറയാതെ പറ്റില്ലല്ലോ അച്ഛാ. ലക്ഷ്യം പൂർത്തിയാക്കാനാവാതെ ഈ പെരുവഴിയിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരുന്ന ഞാൻ കരുതിയില്ല. സാരില്ല, മഹാവിജയങ്ങൾ നേടും മുൻപ് ഇതുപോലെ ചില തോൽവികളും തിരിച്ചടികളൊക്കെ നേരിടേണ്ടി വരും. കത്തിയമർന്ന ചാരമായാലും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ആ ചാരത്തിൽ നിന്നും നീ ഉയർത്തെഴുന്നേൽക്കും. ഈ തോൽവി വിജയത്തിലേക്കുള്ള നിന്റെ ചവിട്ടുപടിയായി ഒന്നുകൂടി ഉറപ്പിക്കും. അതിൽ ഈ അമ്മാവനൊരു സംശയമില്ല. ധൈര്യം കൈവിടരുത്. നിന്റെ കൂടെ ഈ അമ്മാവനുണ്ട്. അമ്മാവനാ എന്റെ എല്ലാ ധൈര്യം. ജയിച്ചു എന്ന് കരുതി നെല്ലിശ്ശേരിയിലെ സേതുമാധവനും മക്കളും തൽക്കാലം ആശ്വസിക്കട്ടെ. എന്റെ ലക്ഷ്യത്തിന്റെ 90% ഞാൻ പൂർത്തിയാക്കിയതാ. അതിനിടയിലാ ഈ തിരിച്ചടി.
അർച്ചന അവളാ അവൾ ഒരുത്തിയെല്ലാം തകർത്തത്. അതൊക്കെ നമുക്ക് പിന്നീട് വിശദമായിട്ട് സംസാരിക്കാം. ഓക്കെ മൂർത്തി? ലെറ്റ്സ് ഗോ. അമ്മേ, മോളെ, എന്റെ അച്ഛമോൾ എവിടെയാ കിടക്കുന്നേ? അവിടെ ചോദിക്കും. മോളെ, എന്റെ അച്ഛമോൾ എവിടെയാ കിടക്കുന്നേ? അർച്ചന നേരത്തെ വന്ന പ്രീമച്ചുർ പ്രഗ്നൻസി ആക്സിഡന്റ് ആയ കേസല്ലേ? അത് തന്നെ. അത് കുറച്ച് സീരിയസ് ആണ്. അവരുടെ സർജറി നടക്കുക. നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുന്നിലേക്ക് ചെല്ല്. അയ്യോ, ഓപ്പറേഷനാ? അമ്മ ബഹളം വെക്കരുത്. അച്ചു ഓപ്പറേഷൻ തിയേറ്ററില്ല. ഓപ്പറേഷൻ തിയേറ്ററിലോ? അയ്യോ, എന്റെ മോക്ക് എന്താ പറ്റിയത്? എന്താണ് നീയോട് നേരത്തെ പറയാത്തത്? അമ്മേ, അയ്യോ, എന്താണ് അവക്ക് പറ്റിയത്? അയ്യോ, എന്തിനാ അവൾ ഓപ്പറേഷൻ ചെയ്യുന്നത്? അമ്മേ, അതൊക്കെ പറയാമേ. എന്റെ ദൈവമേ, അല്ല, നീ എന്നോട് കള്ളം പറയാ. എന്റെ മോക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, പറയടാ. അവക്ക് എന്താണ് സംഭവിച്ചത്? അതോ അവളെ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയോ? പറ മോനെ. അമ്മേ, ഞാൻ അമ്മയോട് മനഃപൂർവ്വം കാര്യം പറയാതിരുന്നതാ. അച്ഛന് ചെറിയൊരു അപകടം പറ്റി. അമ്മേ, അമ്മേ, നമുക്ക് അങ്ങോട്ട് പോവാം. വാ, അച്ഛമോളെ, ഞാൻ പറയട്ടെ. അമ്മ ഒന്ന് സമാധാനിച്ചേ.